കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചാണ്. അത് 2 ഡിവിഷൻസ് കണ്ടു. അതിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനും കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഏതൊക്കെ ഹോർമോൺസ് ആണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 6 ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. 6 ഹോർമോൺസ് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപിക് ഹോർമോൺ. സെക്കൻഡ് വൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ തൈറോട്രോപിക് ഹോർമോൺ. തേർഡ് വൺ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഫോർത്ത് വൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, FSH എന്നാണ് ഷോർട്ട് ഫോമുകളുണ്ട്. ഫിഫ്ത്ത് വൺ ലൂട്ടനൈസിംഗ് ഹോർമോൺ, LH ഇൻ ഫീമെയിൽസ് ഓർ ഇൻഡസ്ട്രീഷണൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ICSH ഇൻ മെയിൽസ്. സിക്സ്ത് വൺ പ്രൊലാക്റ്റിൻ. ഇവയാണ് നമ്മുടെ 6 ഹോർമോൺസ്, നമ്മുടെ പിറ്റ്യൂട്ടറി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന 6 ഹോർമോൺസ്. ഫസ്റ്റ് വൺ ഗ്രോത്ത് ഹോർമോണാണ്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ അതായത് നമ്മുടെ എൻഡോക്രൈനോളജി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. സെക്കൻഡ് വണ്ണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. Thyroid stimulating hormone is necessary for the growth and secretory activity of thyroid gland. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനെയും അതുപോലെ തന്നെ അവിടുത്തെ ആക്ടിവിറ്റിയെയും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സെക്കൻഡ് വൺ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ACTH. ACTH ഈസ് നെസസറി ഫോർ ദ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി. അതായത് സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്തിനും അതുപോലെ തന്നെ ആൻഡ് സെക്രീറ്ററി ആക്ടിവിറ്റി ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിൻ്റെ സെക്രീറ്ററി ആക്ടിവിറ്റിയെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് ACTH, അതായത് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അടുത്തതാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, FSH. Follicle stimulating hormone is a glycoprotein made up of one alpha subunit and beta subunit. The alpha subunit has 92 amino acids and beta subunit has 118 amino acid. അതായത് നമ്മുടെ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ആൽഫയും ബീറ്റ യൂണിറ്റ്സ് കൊണ്ടാണ്. ആൽഫ സബ് യൂണിറ്റിൽ നിന്ന് എത്രയുണ്ട്? 92 അമിനോ ആസിഡും അതുപോലെ തന്നെ ബീറ്റ യൂണിറ്റ്സിൽ 118 അമിനോ ആസിഡ്സും ഉണ്ട്. ഇവയുടെ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് FSH എന്ന ഹോർമോൺസിനെ കാണാൻ സാധിക്കുന്നത്. In males, FSH act along with testosterone and accelerates the process of spermatogenesis. അതായത് FSH മെയിൽസിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. FSH നമ്മുടെ മെയിൽസിൽ അവരുടെ മെച്യൂർ ആയിട്ടുള്ള സ്പെർമാറ്റോസോവ, അതായത് സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് FSH എന്ന് പറയുന്നത്. FSH നമ്മുടെ മെയിലിൽ സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫീമെയിൽസിൽ FSH ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്ട്രജൻ്റെ സെക്രീഷനെ ആണ്. ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗേൾസിൽ അല്ലെങ്കിൽ ഫീമെയിൽസിൽ FSH ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലൂട്ടനൈസിംഗ് ഹോർമോൺ. ലൂട്ടനൈസിംഗ് ഹോർമോൺ ഈസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ മെയ്ഡ് അപ്പ് ഓഫ് 1 alpha subunit and beta subunit. Alpha subunit has 92 amino acids and beta subunit has 141 amino acids. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് കൊണ്ടാണ് നമ്മുടെ ഈ ലൂട്ടനൈസിംഗ് ഹോർമോൺസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ മെയിൽസ് ലൂട്ടനൈസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ഇൻഡസ്ട്രീഷണൽ cells. That is, the hormone is essential for the secretion of testosterone from Leydig cells. അതായത് നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ, അതായത് മെയിൽസിലെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് നമ്മുടെ ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സെക്രീഷനൊക്കെ കാരണമാകുന്നതാണ് ലൂട്ടനൈസിംഗ് ഹോർമോൺ.
ഫീമെയിൽസിലാണെങ്കിൽ LSH ഓവുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ എന്താ? എ മാസ് ഓഫ് സെൽസ് ദാറ്റ് ഫോം ഇൻ ആൻ ഓവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് നമ്മുടെ ഓവറിയിലുള്ള ഒരു മാസ് ഓഫ് സെൽസാണ് എന്ത് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും LSH ആണ്. ലാസ്റ്റ് വൺ ആണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ഈസ് എ സിംഗിൾ ചെയിൻ പോളിപെപ്റ്റൈഡ് വിത്ത് 199 അമിനോ ആസിഡ്സ്. 199 അമിനോ ആസിഡ്സ് കൊണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നെസസറി ഫോർ ദ ഫൈനൽ പ്രിപ്പറേഷൻ ഓഫ് മെമ്മറി ഗ്ലാൻഡ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് മിൽക്ക്. അപ്പോൾ ഒരു ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ആ കുഞ്ഞിന് വേണ്ട മിൽക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെക്രീഷനും അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹോർമോൺസിനെ കുറിച്ചാണ്, അതായത് ആൻറ്റി പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് 6 പറഞ്ഞത്. ഏതൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺ അതായത് GH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ദെൻ ലൂട്ടനൈസിങ് ഹോർമോൺ LH, പ്രൊലാക്റ്റിൻ. ഈ 6 കാര്യങ്ങളാണ്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.